190 കൊല്ലം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി പടപൊരുതി 10,000ങ്ങളുടെ രക്തസാക്ഷിത്വത്തിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന് 8 പതിറ്റാണ്ട് പ്രായമാകുമ്പോൾ മറ്റൊരു സാമ്രാജ്യത്വം അമേരിക്ക പറയുന്നു, ഞങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടുകാലിൽ എഴയുന്നവന്മാരാണ് ഇവരെന്ന്. മിണ്ടാതിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്ത് സ്വാതന്ത്ര്യം, എന്ത് പരമാധികാരം! ആത്മാഭിമാനത്തിന്റെ കണികയുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയണ്ടേ, അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങൾ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛനോട് പോയി പറ എന്നൊന്നും പറയണ്ട. കാരണം പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെയാണ്. പകരം എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയണ്ടേ. ഞങ്ങളൊരു സ്വതന്ത്ര രാഷ്ട്രമാണ്. എവിടെ നിന്ന് എണ്ണ വാങ്ങണം, എവിടെ നിന്ന് വാങ്ങരുത് എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഞങ്ങൾക്കുണ്ട് എന്ന് പറയണ്ടേ. അത്രയെങ്കിലും പറയുന്നുണ്ട്. വിനീത വിധേയനായ ഭൃത്യനെ പോലെ അമേരിക്കയുടെ ആജ്ഞകൾക്ക് മുൻപിൽ മുട്ടുമടക്കി നട്ടല് വളച്ച് ശിരസ് കുനിച്ചു നിൽക്കുന്നു ഒരടിമയെ പോലെ. ഇത് അഭിമാനമാണോ നമ്മുടെ രാജ്യത്തിന്? ഇതാണോ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ഇന്ത്യ? ബ്രിട്ടനെതിരായ പോരാട്ടത്തിൽ കടുമരമേറിയവർ എത്ര ദേശാഭിമാനികൾ! മഠത്തിലെ പൂവും ചിരികണ്ഠനും കുഞ്ഞമ്പൂവും പൂവക്കറുമെല്ലാം ഈ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ കയ്യൂരിൽ തൂക്കുമരത്തിൽ ജീവനൊടുങ്ങുമ്പോഴും ഒടുവിലായി വിളിച്ച മുദ്രാവാക്യം സാമ്രാജ്യത്വം തുലയട്ടെ എന്നാണ്. സാമ്രാജ്യത്വം തുലയട്ടെ, ജന്മിത്തം തകരട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്. അതായിരുന്നു അവസാനത്തെ മുദ്രാവാക്യം. ഈ ജീവനൊടുക്കിയവരൊക്കെ സ്വപ്നം കണ്ടത് ഇങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടാവണമെന്നാണോ? അമേരിക്കൻ പ്രസിഡന്റ് ഇരിക്കാൻ പറയുമ്പോ ഇഴയുന്ന ഭരണാധികാരികൾ നയിക്കുന്ന ഒരു രാജ്യം ഉണ്ടാവണം എന്നാണ്. ഇതിലൊരു പക്ഷേ സ്വയം സേവകർക്ക്, സംഘപരിവാരത്തിന് ഒരു ലജ്ജയും ഉണ്ടാവില്ല. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിയിൽ ഒരു കടുകുമണിയുടെ സംഭാവന ചെയ്തിട്ടില്ലാത്ത ഏക കൂട്ടരാണ്. RSS രൂപീകരിക്കപ്പെടുന്നത് 925-ലാണ്. 1925 ഒക്ടോബറിൽ വിജയദശമി നാളിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ RSS നാഗപ്പൂരിൽ രൂപീകരിക്കപ്പെട്ടത്. ഞാനിത് പറയാൻ കാരണം, പിന്നെ 22 കൊല്ലം കഴിഞ്ഞാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലേ. 947-ലാണ് സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ 22 കൊല്ലം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരു സംഘടനയുടെ പേരാണ് RSS. അന്നത്തെ സംഘടനകളുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സംഘടനകളും ബ്രിട്ടനെതിരായിട്ടുള്ള സമരത്തിൽ ചെറുതോ വലുതോ ആയ പങ്കുവഹിച്ചവരാണ്. മർദ്ദനം ഏറ്റുവാങ്ങിയവർ, തുറങ്കിലടയ്ക്കപ്പെട്ടവർ, നാടുകടത്തപ്പെട്ടവർ, കഴുമരം ഏറ്റുവാങ്ങിയവർ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്താത്ത ഒരു സംഘടനയും ആ കാലത്ത് ഇന്ത്യയിലില്ല. പക്ഷെ ഒരു കൂട്ടരുണ്ട്, ഒരേ ഒരു കൂട്ടർ, അത് RSS മാത്രമാണ്. അതെന്തുകൊണ്ടാണ്? RSSന്റെ ലക്ഷ്യമായിരുന്നില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നത് ഒരു കാലത്തും RSSന്റെ ലക്ഷ്യമായിരുന്നില്ല. അതുകൊണ്ട് അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. അത്രയേ ഉള്ളൂ. സ്വാതന്ത്ര്യം അവരുടെ ലക്ഷ്യമായിരുന്നില്ല. ബ്രിട്ടൻ അനാദികാലത്തേക്ക് ഇന്ത്യ ഭരിക്കുന്നതിൽ അവർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബ്രിട്ടനെതിരെ സമരം ചെയ്യാനോ, പ്രകടനം നടത്താനോ, മുദ്രാവാക്യം വിളിക്കാനോ, ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോലുമോ അവർ പോയിട്ടില്ല. അതിനവരെ കുറ്റപ്പെടുത്തേണ്ട കാരണം അത് അവരുടെ കാര്യപരിപാടിയിൽ ഉണ്ടായിരുന്നില്ല. അതാണ്. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആർത്തിരമ്പുന്ന നാളുകളിൽ ബ്രിട്ടീഷ് പക്ഷപാതികളായി നിലയുറപ്പിച്ച, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് മുഖം തിരിഞ്ഞു നിന്ന, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ഒരു വിഭാഗമാണ് RSS. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, CPIM-ന്റെ ഒറിജിനൽ പോളിറ്റ് ബ്യൂറോയിലെ 9 പേരും ബ്രിട്ടനെതിരെ പൊരുതി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവരായിരുന്നു. അവരനുഭവിച്ച തടവ് ശിക്ഷയുടെ ആകെ കാലയളവ് 60 കൊല്ലമാണ്. എന്നാൽ RSSന്റെ ആ കാലത്തെ ഏതെങ്കിലും
നേതാവോ നേതാവിന്റെ പരിസരത്ത് നിൽക്കുന്ന ആളോ ബ്രിട്ടനെതിരായി സമരം ചെയ്ത് ജയിലിൽ പോയിട്ടുണ്ടോ? ബ്രിട്ടനെതിരെ സമരം ചെയ്താലല്ലേ ജയിലിൽ പോകേണ്ട കാര്യമുള്ളൂ. ആ കാര്യത്തിന് പോയിട്ടില്ലെന്ന് മാത്രമല്ല, RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകായ ഗോൾവൾക്കർ, മാധവ സദാശിവ ഗോൾവൾക്കർ ബ്രിട്ടനെതിരായ സമരത്തിൽ അണിനിരക്കുന്ന ഇന്ത്യയിലെ ചെറുപ്പക്കാരോട് നടത്തിയ ഒരു ആഹ്വാനം ഹിന്ദു യുവാക്കളോട് എന്ന് പറഞ്ഞിട്ടാണ്. ആഹ്വാനം ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത സമയവും ആരോഗ്യവും ബ്രിട്ടനെതിരായ സമരത്തിൽ പാഴാക്കി കളയരുത്. പകരം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരായ സമരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യവും സമയവും മാറ്റിവെക്കുക. ഇതാണ് ആഹ്വാനം. അതാണ് RSS. ആ RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഗവൺമെന്റാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം ഒരു വിഷയമേ അല്ല. അടിമത്തം ആസ്വദിക്കുന്ന മാനസികാവസ്ഥ പണ്ടേ ഉണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ മുൻപിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നു, രാജ്യദ്രോഹ കരാറുകളിൽ ഒപ്പുവെക്കുന്നു, അമേരിക്കയെ ആക്ഷേപിക്കുമ്പോഴും പഞ്ചപുച്ഛമടക്കി പിടിച്ചു നിൽക്കുന്നു. ഇത് അഭിമാനകരമാണോ? എന്താണ് ചോദ്യം.